my friend, India's friend, the President of the United States of America, Mr. Donald Trump. ട്രംപ് ദിനം പ്രതിയാണ് ഇന്ത്യയെയും ഇന്ത്യക്കാരെയും അപമാനിക്കുന്നത്. എന്നാൽ പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുന്ന നരേന്ദ്രമോദിക്ക്, മോദി മന്ത്രിസഭയ്ക്ക് ട്രംപിനെതിരെ പറയാൻ നട്ടെല്ലില്ല. മോദിയുടെ നട്ടെല്ല് പരിപൂർണമായി ട്രംപിന് മുന്നിൽ പണയം വെച്ചിരിക്കുകയാണ്. ഏറ്റവും ലേറ്റസ്റ്റായി ട്രംപ് ഇന്ത്യയെ വിളിച്ചത് എന്താണ് എന്ന് അറിയണ്ടേ? ഇന്ത്യയെയും ഇന്ത്യക്കാരെയും തുറന്ന് അപമാനിച്ചുകൊണ്ട് ട്രംപ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് കണ്ടാൽ ഓരോ ഇന്ത്യക്കാരൻ്റെയും രക്തം തിളയ്ക്കണം. എന്നാൽ ബ്രിട്ടീഷുകാർ ഉൾപ്പെടെയുള്ള വെളുമ്പരുടെ ഷൂ നക്കി ശീലമുള്ള സംഘികൾക്ക് അത് ഒരു പ്രശ്നമല്ല. സായിപ്പ് ഷൂ കൊണ്ട് ചവിട്ടുമ്പോൾ സംഘികൾക്ക് പുളകമാണ് ഉണ്ടാവുന്നത് എന്ന് സംശയിക്കേണ്ടി വരും. മാത്രവുമല്ല, ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് ഇന്ത്യയെ പിന്തുണച്ചുകൊണ്ട് എത്തിയത് ആരാണ് എന്ന് അറിയാമോ? സംഘികൾ വെറുക്കുന്ന ഇറാൻ, സംഘികളുടെ ഫാദർലാൻഡായ ഇസ്രയേലിന്റെ ശത്രുവായ ഇറാൻ. ശരിക്കും പറഞ്ഞാൽ ട്രംപ് ഇന്ത്യയെയല്ല അപമാനിച്ചത്, മറിച്ച് മോദി ഇന്ത്യയെ എങ്ങനെയാക്കിയെന്ന് പറയുകയാണ് ചെയ്തത് എന്ന് പറയേണ്ടി വരും. മോദി ഇന്ത്യയെ എങ്ങനെയാക്കിയെന്ന് ട്രംപ് പറഞ്ഞതും ഇതിന്മേൽ മോദി സർക്കാരിന്റെ പ്രതികരണവും ലോകത്തിലെ മറ്റു ചില പ്രമുഖ വ്യക്തികളുടെ പ്രതികരണങ്ങളും നമുക്ക് കാണാം. ഏപ്രിൽ മാസം അവസാനത്തോടുകൂടി 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സിൽ എത്തുക എന്നുള്ള ലക്ഷ്യം ഏതാണ്ട് അപ്രാപ്യമായ നിലയിൽ എത്തിയിരിക്കുകയാണ്. എങ്കിലും കഴിയുന്നവർ എല്ലാവരും പരമാവധി സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. Great again. Vote for Donald Trump. Make world great again. Vote for Donald Trump. Make world great again. ഇങ്ങനെയാണ് വിവരംകെട്ട സംഘിക്കൂട്ടങ്ങൾ ട്രംപിന് വേണ്ടി പ്രാർത്ഥനകളും പൂജകളും നടത്തിയത്. ആ ട്രംപാണ് സംഘികളെ മാത്രമല്ല ഇന്ത്യക്കാരെ മുഴുവൻ മോദി എന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ടായതിന്റെ പേരിൽ അടച്ച് ആക്ഷേപിച്ചിരിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ആ രാജ്യം ഭരിക്കുന്ന നേതാക്കളുടെ ശക്തിയാണ്, കഴിവാണ്. രാജ്യം ഭരിക്കുന്നവർക്ക് നട്ടെല്ലില്ല എങ്കിൽ അവരുടെ മുതുകിൽ കയറി പലരും നിരങ്ങും. അതാണ് ഇപ്പോൾ മോദി എന്ന നട്ടെല്ലില്ലാത്ത ആളെ പ്രധാനമന്ത്രി കസേരയിൽ ഇരുത്തിയ കാരണത്താൽ ഇന്ത്യ അനുഭവിക്കുന്നത്, ഇന്ത്യക്കാർ അനുഭവിക്കുന്നത്. 1 മാസം മുൻപ് മോദി ട്രംപിന് എഴുതിയ പ്രേമലേഖനം ആണ് ഇത്. ഇന്ത്യയിലെ ജനങ്ങൾ ട്രംപിനെ സ്നേഹിക്കുന്നു എന്ന് മോദി ട്രംപിനോട് പറഞ്ഞു. ആ ട്രംപ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഒരു നീണ്ട കുറിപ്പാണ് ഇത്. ഇതിലാണ് ഇന്ത്യക്കെതിരെ ട്രംപ് വിഷം തുപ്പുന്നത്. അതിൻ്റെ പ്രധാന ഭാഗമാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത്, അമേരിക്കയിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ ഉടനെ തന്നെ പൗരനായി മാറുന്നു. അതിനുശേഷം അവർ അവരുടെ മുഴുവൻ കുടുംബത്തെയും, അത് ഇന്ത്യയോ ചൈനയോ തുടങ്ങിയ ലോകത്തിലുള്ള ഏത് നരകത്തിൽ നിന്നായാലും അമേരിക്കയിലേക്ക് കൊണ്ടുവരും. ഇന്ത്യ പോലെയുള്ള ലോകത്തിലെ നരകക്കുഴിയിൽ നിന്നുള്ളവർ എന്ന്. അതിനുശേഷം പറഞ്ഞിരിക്കുന്നത്, ഇത് കാണുന്നതിന് അധിക ദൂരം പോകേണ്ട കാര്യമില്ല. ഇവിടെ ഇപ്പോൾ ആരും ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല. ഇന്ന് ഇവിടേക്ക് വരുന്ന കുടിയേറ്റക്കാർക്ക് രാജ്യത്തോട് യാതൊരു കൂറുമില്ല. മുൻപ് അങ്ങനെ ആയിരുന്നില്ല സ്ഥിതി. പിന്നീട് എഴുതിയിരിക്കുന്നത്, അവർ ഇന്ന് ഇവിടെയുള്ള യൂറോപ്യൻസിനെ പോലെയോ അവരുടെ മുൻഗാമികളെ പോലെയോ അല്ല. ഐറിഷുകാർ ഇൻ്റഗ്രേറ്റഡ് ആയി, ഇറ്റാലിയൻസ് ഇൻ്റഗ്രേറ്റഡ് ആയി, പോളിഷുകാർ ഇൻ്റഗ്രേറ്റഡ് ആയി, ലിത്വാനിയക്കാരും റൊമാനിയക്കാരും റഷ്യക്കാരുമെല്ലാം അമേരിക്കക്കാരായി ഇഴുകിച്ചേർന്നു. ഇത് ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട് ഒരു മാഗ ആൾ പോസ്റ്റ് ചെയ്തതാണ്. ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ജനിച്ച ഏതൊരാളും അമേരിക്കൻ പൗരൻ ആയിരിക്കും. അമേരിക്കൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമാണ് അത്. അത് ഇല്ലീഗൽ ഇമിഗ്രൻസിന് ജനിച്ച കുട്ടിയാണെങ്കിലും അമേരിക്കയുടെ അതിർത്തിക്കുള്ളിലാണ് അവൻ ജനിച്ചതെങ്കിൽ അവന് അമേരിക്കൻ പൗരത്വം ഓട്ടോമാറ്റിക്കായി ഉടനടി ലഭിക്കും. അങ്ങനെ അയാൾ പോസ്റ്റ് ചെയ്തത് ട്രംപ് ഷെയർ ചെയ്യുകയാണ് ചെയ്തത്. അതിൽ പറഞ്ഞിരിക്കുന്നത് കേൾക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാവും, ട്രംപ് പറയുന്നത് മുൻപ് വന്ന കുടിയേറ്റക്കാർ ഇത്തരത്തിലുള്ളവർ അല്ലായിരുന്നു, പിന്നീട് വന്നവരാണ് ഇതുപോലെ അമേരിക്കൻ സമൂഹവുമായി ഇഴുകിച്ചേരാതെ അവരുടെ നാട്ടിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള സംസ്കാരം ഇവിടെ പ്രകടിപ്പിക്കുന്നത് എന്ന്. അതായത് മോദി അധികാരത്തിൽ എത്തിയ ശേഷം വന്ന കുടിയേറ്റ സംഖ്യകളാണ് അമേരിക്കയുടെ സംസ്കാരത്തിന് ക്ഷതം ഏൽപ്പിക്കുന്നത് എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതായത് മോദിയുടെ ഭരണത്തിന് കീഴിൽ ഇന്ത്യ ഒരു നരകമായി മാറിയിരിക്കുകയാണ് എന്ന് ട്രംപ് പരോക്ഷമായി പറഞ്ഞിരിക്കുകയാണ്. ഈ ഹെൽഹോൾ എന്ന വാക്കിന് പല വ്യാഖ്യാനങ്ങൾ ഉണ്ട്. നരകം പോലെയുള്ള രാജ്യം, നശിച്ച രാജ്യം,
ഗാർബേജ് രാജ്യം, അധോലോകം ഇങ്ങനെയൊക്കെ കണക്കാക്കാവുന്ന ഒരു രാജ്യത്തെയാണ് ഹെൽഹോൾ എന്ന് പറയുന്നത്. ഇത്തരം മ്ലേച്ഛമായി രാജ്യത്തെ അപമാനിച്ചിട്ട്, അതും ട്രംപ് നേരിട്ട് ചെയ്തിട്ട്, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മോദിയുടെ വായിൽ നിന്ന് ഒരു വാക്ക് പോലും വന്നില്ല. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഇന്ത്യയുടെ വക്താവ് രൺധീർ ജയ്സ്വാളിനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി കേട്ടാൽ രാജ്യം നാണിച്ച് തല താഴ്ത്തണം. In regard to your second question, we have seen some reports. That is where I leave it. ഞങ്ങൾ ചില റിപ്പോർട്ടുകൾ കണ്ടു, ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന്. രാജ്യത്തെ ഇത്ര കഠിനമായി അപമാനിച്ചിട്ട് അതിന്മേലുള്ള മോദി സർക്കാരിന്റെ പ്രതികരണം ഇതാണ്. മോദിയുടെ നട്ടലില്ലായ്മയാണ് മോദി മന്ത്രിസഭയ്ക്ക് മുഴുവന് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പ്രതികരണം. എന്നാൽ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചത് സംഘികളുടെ ശത്രുക്കളായ ഇറാനാണ്. മോദിയുടെയും സംഘികളുടെയും ഫാദർലാൻഡായ ഇസ്രയേൽ പോലും ഇതിനെതിരെ ഒരക്ഷരം പ്രതികരിച്ചിട്ടില്ല. പല ശക്തമായ പ്രതികരണങ്ങളാണ് ഇന്ത്യയിലെ ഇറാൻ എംബസികൾ നടത്തിയത്. അതിൽ ചിലത് കണ്ടുകൊള്ളൂ. ഹൈദരാബാദ് ഇറാൻ എംബസി പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഇന്ത്യയും ചൈനയും സിവിലൈസേഷന്റെ പിള്ളത്തൊട്ടിലുകൾ ആണ്. ശരിക്കും പറഞ്ഞാൽ നരകക്കുഴി എവിടെയാണ് എന്ന് വെച്ചാൽ ഒരു സിവിലൈസേഷനെ തന്നെ നശിപ്പിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയ യുദ്ധക്കുറ്റവാളിയായ ഒരു പ്രസിഡന്റ് ഭരിക്കുന്ന രാജ്യമാണ്. ഇന്ത്യയെ പ്രതിരോധിച്ചുകൊണ്ട് ഇന്ത്യയല്ല, മറിച്ച് യുദ്ധക്കുറ്റവാളിയായ ട്രംപ് ഭരിക്കുന്ന അമേരിക്കയാണ് നരകമെന്ന് ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് ഇറാൻ. മുംബൈയിലെ ഇറാൻ എംബസി ഇന്ത്യയുടെ സംസ്കാരം വിളിച്ചോതുന്ന ഒരു വീഡിയോയും ഷെയർ ചെയ്തുകൊണ്ട് എഴുതിയത് ഇങ്ങനെയാണ്: ആരെങ്കിലും ട്രംപിന് ഒരു വൺ വേ സാംസ്കാരിക വിഷം ഇറക്കലിന് ബുക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ഇത്തരം വിഡിത്തങ്ങൾ കുറയ്ക്കുവാൻ അത് സഹായിക്കും. എപ്പോഴെങ്കിലും ഇന്ത്യയിൽ വന്ന് കണ്ടതിന് ശേഷം മാത്രം സംസാരിക്കുക. ഇത് പറഞ്ഞ് അവർ പങ്കുവച്ച ഇന്ത്യയുടെ സംസ്കാരം വിളിച്ചോതുന്ന വീഡിയോ ആണ് ഇത്. ന്യൂയോർക്കിലെ യൂണിവേഴ്സിറ്റി ഓഫ് ആൽബനിയിലെ പ്രൊഫസറായ ക്രിസ്റ്റഫർ ക്ലാരി എഴുതിയത് ഇങ്ങനെയാണ്: ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അംബാസഡർ ഗോറിനെ വിളിച്ച് 2 ചോദ്യങ്ങൾ ചോദിക്കണം. ഒന്ന്, ഇന്ത്യ ഒരു ഹെൽഹോളാണ് എന്ന് ട്രംപ് പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ എന്ന്. 2, കുടിയേറ്റക്കാരിലൂടെ ഇന്ത്യ അമേരിക്കയെ ഇന്ത്യയുടെ കോളനിയാക്കാൻ ശ്രമിക്കുന്നുണ്ടോ. ട്രംപിനെ എതിർക്കുന്ന റിപ്പബ്ലിക്കന്മാരുടെ, അതായത് ട്രംപിന്റെ പാർട്ടിക്കാരുടെ ഒരു കൂട്ടായ്മയാണ് റിപ്പബ്ലിക്കൻസ് എഗെയിൻസ്റ്റ് ട്രംപ് എന്നുള്ളത്. അവർ പോസ്റ്റ് ചെയ്തതാണ് ഇത്. ഇന്ത്യയെ ഹെൽഹോൾ എന്ന് വിളിച്ചുകൊണ്ട് ട്രംപ് ഒരു ആർട്ടിക്കിൾ ഷെയർ ചെയ്തു എന്ന്. അമേരിക്കയിലെ ഏറ്റവും പ്രമുഖ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് ട്രംപ് ഇങ്ങനെ ഇന്ത്യയെ അപമാനിച്ചു പറഞ്ഞതിനെക്കുറിച്ച് വാർത്ത കൊടുത്തതാണ് ഇത്. ഇന്ത്യൻ ചൈനീസ് കുടിയേറ്റക്കാരെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ആർട്ടിക്കിൾ ട്രംപ് പങ്കുവച്ചു എന്ന്. അതായത് അമേരിക്കക്കാർ മൊത്തം ഇത് അറിഞ്ഞു. വളരെയേറെ അമേരിക്കക്കാരാണ് ഇതിനെതിരെ പ്രതികരിച്ചത്. അതിലൊന്നാണ് നമ്മൾ കണ്ടത്. ന്യൂയോർക്കിലെ യൂണിവേഴ്സിറ്റി പ്രൊഫസർ എഴുതിയത്. അതാണ് അമേരിക്ക എന്ന രാജ്യത്തിന്റെ, അല്ലെങ്കിൽ ഏത് വികസിത രാജ്യങ്ങളുടെയും പ്രത്യേകത. അവിടുത്തെ ജനങ്ങളും മാധ്യമങ്ങളും ഭരിക്കുന്നവരുടെ കൊള്ളരുതായ്മകൾ തുറന്നു കാണിക്കാൻ മടിക്കുകയില്ല. ഇന്ത്യയിലെ ഗോദി മീഡിയകളെ പോലെയല്ല. ഇന്ത്യയിലെ ഗോദി മീഡിയകൾക്കെല്ലാം ട്രംപ് ഇങ്ങനെ എഴുതിയതിന്റെ ന്യൂസ് പങ്കുവയ്ക്കേണ്ട ഗതികേട് വന്നു. പിന്നീട് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി പോസ്റ്റ് ചെയ്തതാണ് ഇത്. ഇത് വെറും നാണംകെട്ട പ്രതികരണമാണ് എന്ന് അമേരിക്കക്കാർ തന്നെ തുറന്നു കാണിച്ചിരിക്കുകയാണ്. അമേരിക്കയിലെ ഒരു വനിത ഇത് പങ്കുവെച്ചുകൊണ്ട് എഴുതിയത് ഇങ്ങനെയാണ്: ട്രംപ് ഇന്ത്യയെ ഹെൽഹോൾ എന്ന് വിളിച്ചതിൽ ഉള്ള ഇന്ത്യയുടെ ഈ അളന്നു തൂക്കിയുള്ള പ്രതികരണം ഒരു മാന്യമായ പ്രതികരണമായി വിദേശ രാജ്യങ്ങൾ കാണുകയില്ല. മറിച്ച് ഇത് വീക്കായ, ബലഹീനമായ പ്രതികരണമായേ കരുതൂ. അത് ഇന്ത്യയെ ഇനിയും കൂടുതൽ ഭീഷണിപ്പെടുത്താൻ പ്രചോദനം നൽകും. സോഷ്യൽ മീഡിയയിൽ ഇന്ത്യക്കെതിരെയുള്ള ആക്രമണം ഓൾറെഡി തന്നെ വളരെ മോശമാണ്, അപകടകരമായ രീതിയിൽ മോശമാണ്. ഓർക്കണം, അമേരിക്കക്കാർ പോലും ശക്തമായി ഇതിനെതിരെ പ്രതികരിച്ചപ്പോൾ 56 ഇഞ്ച് വിശ്വഗുരു വാ തുറന്നില്ല, നാവ് അനക്കിയില്ല. വിശ്വഗുരുവിന്റെ മിനിസ്ട്രി പോലും ഒന്നും പ്രതികരിച്ചില്ല. അതും ട്രംപ് പറഞ്ഞതിന്റെ പൊരുൾ മോദിയുടെ കീഴിൽ ഇന്ത്യ നരകക്കുഴിയായി മാറി എന്നാണ്. നാട്ടുകാരുടെ നെഞ്ചത്ത് കയറാൻ 56 ഇഞ്ച്. ട്രംപിനെ കാണുമ്പോൾ നടുവളച്ച് ഭയന്ന് വിറച്ചു നിൽക്കുന്നു.
കഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ. ഇതിനാണ് താനിരിക്കേണ്ടിടത്ത് താനിരുന്നില്ലെങ്കിൽ നായ കയറി നിരങ്ങും എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരാളെ ഇനിയും പിന്തുണയ്ക്കാൻ സംഘികൾക്ക് എങ്ങനെ കഴിയുമെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ സഭ്യമായ ഭാഷയിൽ മാത്രം എഴുതണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു.